ആരാണ് ഒരു സംരംഭകൻ? വെറുതെ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലുമാണോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ മെറ്റീരിയൽസ് പറയുന്നത് സംരംഭകത്വം എന്നത് വെറുമൊരു കച്ചവടമല്ല, അല്ല. പുതിയതായി എന്തെങ്കിലും മൂല്യമുള്ളതുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ്. അതിൽ നമ്മുടെ സമയവും അധ്വാനവും പണവുമെല്ലാം ഇറക്കണം. ഹും. സാമ്പത്തികമായി മാത്രമല്ല, മാനസികമായും സാമൂഹ്യമായും ചില റിസ്കുകൾ ഏറ്റെടുക്കാനും തയ്യാറാകണം. ഓക്കെ. വെറുതെ നിലവിലുള്ള ഒരു സ്ഥാപനം അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ഇവർ സംരംഭകത്വമായി കാണുന്നില്ല. പുതിയ അവസരങ്ങൾ കണ്ടെത്തുക, അതുപയോഗിക്കുക, അതാണതിന്റെ കാതൽ. അപ്പോ അവസരമേ കണ്ടെത്തുക, റിസ്ക് എടുക്കുക, ഇതൊക്കെയാണ് പ്രധാന വാക്കുകൾ. ഈ ആശയം എങ്ങനെയാണ് വളർന്നു വന്നത്? ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇതിൽ ചെറുതായി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും അതിന്റെ തുടക്കം രസകരമാണ്. ഓൺട്രപ്രന്യോർ എന്ന വാക്ക് ഒരു 17ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് ആദ്യം ഉപയോഗിച്ചത്. ഫ്രാൻസിലോ? അതെ. സർക്കാരിൽ നിന്ന് ഒരു നിശ്ചിത തുകയ്ക്ക് നികുതി പിരിക്കാൻ കരാറെടുക്കുന്നവരെയായിരുന്നു അന്ന് അങ്ങനെ വിളിച്ചിരുന്നത്. ആഹാ, അതെന്താ അങ്ങനെ? കാരണം പിരിവ് കുറഞ്ഞാൽ നഷ്ടം അവർ സഹിക്കണം. അതായത് ആ അനിശ്ചിതത്വം അവർ സ്വയം ഏറ്റെടുത്തു. അത് രസകരമാണല്ലോ. നികുതി പിരിവിൽ നിന്ന് ഇന്നത്തെ ഇന്നൊവേഷനിലേക്ക് വലിയൊരു ദൂരമുണ്ടല്ലോ. ഉണ്ട്. അവിടെ നിന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഈ ആശയത്തെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോയത്. റിച്ചാർഡ് കാൻഡിലോൺ എന്നൊരാൾ ഇതിനൊരു ലളിതമായ നിർവചനം നൽകി. പക്ഷെ അത് കേട്ടാൽ ഒരുപക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആകും. പറയൂ. അദ്ദേഹം പറഞ്ഞത് സംരംഭകൻ ഉറപ്പില്ലാത്ത വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഉറപ്പുള്ള വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്ന ആളാണെന്നാണ്. ഒരു മിനിറ്റ്, അതൊന്ന് ലളിതമാക്കാമോ? ഉറപ്പുള്ള വില, ഉറപ്പില്ലാത്ത വില. തീർച്ചയായും. ഒരു ബേക്കറിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഓക്കെ. അവർക്ക് ഗോതമ്പിനും പഞ്ചസാരയ്ക്കും എത്ര രൂപയാകുമെന്ന് കൃത്യമായി അറിയാം. അതാണ് ഉറപ്പുള്ള വില. പക്ഷേ എത്ര കേക്ക് വിറ്റ് തീരുമെന്നോ ആളുകൾ അതിന് എന്ത് വില തരുമെന്നോ ഒരു ഉറപ്പുമില്ല. അതാണ് ഉറപ്പില്ലാത്ത വില. ഓ, അങ്ങനെ. ഈ ഒരു ഗ്യാപ്പിലുള്ള റിസ്ക് എടുക്കുന്ന ആളാണ് സംരംഭകൻ. പക്ഷേ ഇതിനെ മാറ്റിമറിച്ചൊരാശയം കൊണ്ടുവന്നത് ജോസഫ് ഷുംപീറ്റർ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ആശയമാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. സർഗാത്മകമായ തകർക്കൽ. അതെ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ആ, പേര് കൊള്ളാമല്ലോ. ഇവിടെയാണ് ഇത് ശരിക്കും രസകരമാകുന്നത്. എന്താണത്? ശരിയാണ്. അത് വന്നപ്പോൾ ക്യാമറ, അലാറം ക്ലോക്ക്, മ്യൂസിക് പ്ലെയർ, ടോർച്ച്, അങ്ങനെ എത്രയോ പഴയ ഉൽപ്പന്നങ്ങളുടെ വിപണിയാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ശരിയാണ്, എല്ലാം ഫോണിലായി. അതാണ് ഈ സർഗാത്മകമായ തകർക്കൽ. ഒരു പുതിയ കണ്ടുപിടുത്തം പഴയതിനെ അപ്രസക്തമാക്കുന്നു. അതുകൊണ്ട് ഷുംപീറ്ററിന്റെ കണ്ണിൽ സംരംഭകൻ വെറുമൊരു റിസ്ക് എടുക്കുന്ന ആളല്ല, അയാളൊരു ഇന്നൊവേറ്ററാണ്. അതാണ് പോയിന്റ്. വെറുമൊരു റിസ്ക് ടേക്കർ അല്ല. അതെ, പഴയതിനെ തകർത്ത് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്ന ആൾ. കൊള്ളാം. അപ്പോൾ ഈ പഠനത്തിൽ പറയുന്ന ഇന്നൊവേഷൻ, റിസ്ക് എടുക്കൽ, നേതൃത്വം എന്നിങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ ഒരു സംശയം, ഇതെല്ലാം ഒരാളിൽ ഒരുമിച്ചുണ്ടാകുമോ? ഒരു മികച്ച ഐഡിയ ഉള്ള ആൾക്ക് നല്ലൊരു ലീഡറാകാൻ കഴിഞ്ഞില്ലെങ്കിലോ? അങ്ങനെയുള്ളവർ സംരംഭകരാകാൻ പാടില്ലെന്നാണോ ഈ രേഖകൾ പറയുന്നത്? അതൊരു മികച്ച പോയിന്റാണ്. എല്ലാ ഗുണങ്ങളും ഒരാളിൽ തികയണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ടീം ഉണ്ടാവുന്നത്. ഒരാൾക്ക് നല്ല ഐഡിയ ഉണ്ടാകും, മറ്റൊരാൾക്ക് അത് നന്നായി മാർക്കറ്റ് ചെയ്യാൻ അറിയാമായിരിക്കും, വേറെ ആൾക്ക് ഫിനാൻസ് മാനേജ് ചെയ്യാൻ കഴിവുണ്ടാകും. ശരിയാണ്. പക്ഷേ ഈ പഠനത്തിൽ പറയുന്ന അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അത്യാവശ്യമാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, അതായത് ഇന്നൊവേറ്റർ. ഓക്കെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യമായി തീരുമാനമെടുക്കാനുള്ള ചങ്കൂട്ടം, ഡിസിഷൻ മേക്കർ. പിന്നെ ഈ അനിശ്ചിതത്വത്തെ നേരിടാനുള്ള മനസ്സ്, റിസ്ക് ബിയറർ. ഇവ മൂന്നും പ്രധാനമാണ്. കൂടെ ആത്മവിശ്വാസം, ഊർജ്ജസ്വലനായ നേതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആശയം മാത്രം പോരാ അല്ലേ, അത് നടപ്പിലാക്കാനും ആളുകളെ കൂടെ നിർത്താനും കഴിവ് വേണം. തീർച്ചയായും. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തൊരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും? ശരിയാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഡൈനാമിക് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി വേണം. അപ്പോഴാണ് ആ ഐഡിയയ്ക്ക് ജീവൻ വയ്ക്കുന്നത്. അപ്പോൾ പലതരം കഴിവുകളുള്ള ആളുകളുണ്ട്. അതുപോലെ പലതരം സംരംഭകരും ഉണ്ടാവുമല്ലോ. നിങ്ങൾ തന്ന മെറ്റീരിയലിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നുവെന്ന് സ്വയം വിലയിരുത്താൻ സാധിച്ചേക്കും. ശരിയാണ്. ബിസിനസിന്റെ തരമനുസരിച്ച് വ്യാവസായിക, വ്യാപാര, കാർഷിക സംരംഭകർ എന്നൊക്കെ തരംതിരിവുണ്ട്. പക്ഷേ അതിനേക്കാൾ രസകരം അവരുടെ ശൈലി അനുസരിച്ചുള്ള വേർതിരിവാണ്. ഏതൊക്കെയാണത്? ഇന്നൊവേറ്റീവ്,
ഇമിറ്റേറ്റീവ്, ഫാബിയൻ, പിന്നെ ഡ്രോൺ. ആ പേരുകൾ കൊള്ളാം. ഇന്നൊവേറ്റീവ്, ഇമിറ്റേറ്റീവ് എന്നിവ കേട്ടിട്ടുണ്ട്. പക്ഷെ ഫാബിയനും ഡ്രോണും അത്ര പരിചിതമല്ല. നമുക്ക് നിങ്ങളുടെ ഒപ്റ്റോമെട്രി ക്ലിനിക്കിന്റെ പശ്ചാത്തലത്തിൽ ഇതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാകും. ഒന്ന്, ഇന്നൊവേറ്റീവ് സംരംഭകൻ. നിങ്ങളുടെ ഫീൽഡിൽ ആദ്യമായി ടെലികൺസൾട്ടേഷൻ ടെക്നോളജി കൊണ്ടുവരുന്നയാൾ ഒരു ഇന്നൊവേറ്ററാണ്. ആരും ചെയ്യാത്ത ഒന്ന് അയാൾ ധൈര്യപൂർവ്വം ചെയ്യുന്നു. ഓക്കെ, പുതിയൊരാശയം. 2, ഇമിറ്റേറ്റീവ് സംരംഭകൻ. ആ ടെലികൺസൾട്ടേഷൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് കണ്ട് മറ്റു ക്ലിനിക്കുകളും അതേ മോഡൽ പകർത്താൻ തുടങ്ങും. കോപ്പിയടിക്കുന്നവർ. അതെ, അവർ ഇമിറ്റേറ്റീവാണ്. റിസ്ക് കുറവാണ്. കാരണം ആ മോഡൽ വർക്കാവുമെന്ന് അവർക്കുറപ്പായി. ഓക്കെ, അപ്പോൾ ഫേബിയനും ഡ്രോണും ആരാണ്? അവരൽപ്പം പിന്നോട്ട് നടക്കുന്നവരാണോ? അതെ, ഫാബിയൻ സംരംഭകരെ നോക്കാം. രോഗികൾ ഓൺലൈൻ ബുക്കിംഗ് ചോദിച്ചു തുടങ്ങിയിട്ടും അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് പഴയ രജിസ്റ്റർ ബുക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്ലിനിക്. ഒടുവിൽ ബിസിനസ് കുറഞ്ഞ് നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ മാത്രം അവർ മടിച്ചു ഒരു ഓൺലൈൻ സിസ്റ്റം കൊണ്ടുവരും. ഗതികെട്ട് ചെയ്യും അല്ലേ? അതുതന്നെ. അതാണ് ഫാബിയൻ സ്റ്റൈൽ. ഇനി അവസാനത്തെ വിഭാഗം, ഡ്രോൺ സംരംഭകർ. ഡ്രോൺ? അതെ, കാലം എത്ര മാറിയാലും നഷ്ടം സഹിച്ചാലും അവർ പഴയ രീതിയിൽ തന്നെ തുടരും. എന്റെ അച്ഛൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ഞാനും ഇങ്ങനെ തന്നെ ചെയ്യൂ എന്ന മനോഭാവം. അതൊരു തരം വാശിയാണ്. അതെ. സ്വാഭാവികമായും മത്സരം കൂടുമ്പോൾ അവർ കച്ചവടത്തിൽ നിന്ന് പുറത്തുപോകും. ഇത് വളരെ വ്യക്തമായി. അപ്പോൾ സ്വന്തമായി ഒന്നും തുടങ്ങാതെ ഒരു വലിയ കമ്പനിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സംരംഭകനാകാൻ സാധിക്കുമോ? ഇൻട്രാപ്രണർഷിപ്പ് എന്നൊരു ഭാഗം ഈ രേഖകളിലുണ്ട്. അത് പലർക്കും പുതിയൊരറിവായിരിക്കും. തീർച്ചയായും. അതാണ് ഇൻട്രാപ്രണർഷിപ്പ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ ആ സ്ഥാപനത്തിന്റെ പണവും മറ്റു വിഭവങ്ങളും ഉപയോഗിച്ച് പുതിയ ആശയങ്ങളോ ഉൽപ്പന്നങ്ങളോ വികസിപ്പിച്ചെടുക്കുന്നതിനെയാണ് ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് കമ്പനി വിട്ടുപോകാതെ തന്നെ ഒരു സംരംഭകനാകാം. അതെ, അവർ കമ്പനി വിട്ടുപോകാതെ തന്നെ ഒരു സംരംഭകനെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഇൻട്രാപ്രണർഷിപ്പ് എന്ന ആശയം കൊള്ളാമല്ലോ. അപ്പോൾ ഗൂഗിളിൽ 20% സമയവും സ്വന്തം പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യാൻ കൊടുക്കുന്ന പോളിസിയൊക്കെ ഇതിന്റെ ഭാഗമാണല്ലേ? അതെ അതെ. ഒരു വലിയ കമ്പനിയുടെ സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഒരവസരം. അതെ, ജിമെയിൽ പോലുള്ള പല ഉൽപ്പന്നങ്ങളും അങ്ങനെ വന്നതാണ്. എന്നാൽ ഒരു സംരംഭകനും ഇൻട്രാപ്രണറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും റിസ്കിലും ഉടമസ്ഥാവകാശത്തിലുമാണ് ആ വ്യത്യാസം. സംരംഭകൻ സ്വന്തം കാശാണ് മുടക്കുന്നത്, ഇൻട്രാപ്രണർ കമ്പനിയുടേതും. അതാണോ പ്രധാന വ്യത്യാസം? അതെ, സംരംഭകന്റെ റിസ്ക് വളരെ വലുതാണ്. ബിസിനസ് പൊളിഞ്ഞാൽ അയാൾക്ക് വ്യക്തിപരമായി ഭീമമായ നഷ്ടം വരും. ശരിയാണ്. പക്ഷേ വിജയിച്ചാൽ ലാഭം പൂർണ്ണമായും അയാൾക്കാണ്. ഇൻട്രാപ്രണർക്ക് വ്യക്തിപരമായി സാമ്പത്തിക നഷ്ടമില്ല. നഷ്ടം കമ്പനി സഹിക്കും. പ്രതിഫലമായി ശമ്പളവും ബോണസും പ്രമോഷനുമൊക്കെ കിട്ടും. സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലുമില്ലേ വ്യത്യാസം? ഒരു സംരംഭകൻ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം. തീർച്ചയായും. സംരംഭകന് 100% സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇൻട്രാപ്രണർക്ക് കമ്പനിയുടെ നിയമങ്ങൾക്കും ഘടനയ്ക്കുമുള്ളിൽ നിന്നേ പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ അതൊരു പരിമിതിയാണ്. അതെ. ചുരുക്കത്തിൽ സംരംഭകന്റെ കളിയിൽ റിസ്ക്കും കൂടുതലാണ്, റിവാർഡും കൂടുതലാണ്. ഇൻട്രാപ്രണറുടെ കളിയിൽ രണ്ടും കുറവാണ്. ശരി. അപ്പോൾ ഒരു സംരംഭകന്റെ പലതരം മുഖങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾ ഏത് തരം സംരംഭകനാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾ ഏതു തരം തിരഞ്ഞെടുത്താലും കളത്തിലിറങ്ങുന്നത് ഇന്ത്യയിലാണ്. ഇവിടുത്തെ കളിസ്ഥലം അല്പം വ്യത്യസ്തമാണ്. നിങ്ങളുടെ രേഖകൾ അനുസരിച്ച് ഇവിടെ ഒരു ചെറിയ ഹെൽത്ത് കെയർ സംരംഭം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങളുടെ മെറ്റീരിയൽസിൽ പറയുന്ന ഒന്നാമത്തെ വെല്ലുവിളി ആഗോളവൽക്കരണമാണ്. ഗ്ലോബലൈസേഷൻ. അതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ചെറിയ ഒപ്റ്റോമെട്രി ക്ലിനിക്ക് തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് വലിയൊരു ഹോസ്പിറ്റൽ ശൃംഖലയുടെ ബ്രാഞ്ച് വന്നാൽ എങ്ങനെ മത്സരിക്കും? ശരിയാണ്, അതൊരു വലിയ വെല്ലുവിളിയാണ്. അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റോ വില കുറയ്ക്കാനുള്ള കഴിവോ നമുക്കുണ്ടാകില്ല. ഉദാരവൽക്കരണവും ഒരു കാരണമായി പറയുന്നുണ്ടല്ലോ. അത് അവസരങ്ങൾ തുറക്കുകയല്ലേ ചെയ്തത്? അവസരങ്ങൾ തീർച്ചയായും തുറന്നു. പക്ഷെ അതോടൊപ്പം മത്സരവും 10 മടങ്ങ് കൂട്ടി. പിന്നെ ടെക്നോളജി ഒരു വലിയ ഘടകമാണ്. പുതിയ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ വാങ്ങാനും ജീവനക്കാർക്ക് അതിൽ പരിശീലനം നൽകാനും ഒരുപാട് പണം വേണം. അതെ. ചെറുകിട സംരംഭകർക്ക് ഇത് പലപ്പോഴും താങ്ങാൻ പറ്റില്ല. ഇതിലേറ്റവും വലുത് പണത്തിന്റെ കാര്യം തന്നെയാവുമല്ലേ?
ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതെ, ആവശ്യത്തിന് മൂലധനം കണ്ടെത്തുക എന്നത് മാത്രമല്ല, കിട്ടിയ പണത്തിന്റെ വരവു ചെലവ് കൃത്യമായി കൈകാര്യം ചെയ്യുക എന്നതും പ്രധാനമാണ്. അതെങ്ങനെയാണ് ഒരു പ്രശ്നമാവുന്നത്? ഉദാഹരണത്തിന്, നിങ്ങളുടെ ക്ലിനിക്കിൽ ഇൻഷുറൻസ് വഴി ചികിത്സിക്കുന്ന രോഗികളുണ്ടെങ്കിൽ ആ പണം കമ്പനിയിൽ നിന്നും കിട്ടാൻ ചിലപ്പോൾ മാസങ്ങളെടുക്കും. ഓ, ശരിയാണ്. ആ സമയം കൊണ്ട് ക്ലിനിക്കിലെ വാടകയും ശമ്പളവും മുടങ്ങാതെ കൊടുക്കണം. ഈ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്നത് പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ വെല്ലുവിളികളുടെ കൂട്ടത്തിൽ വനിതാ സംരംഭകത്വത്തിന് ഒരു പ്രത്യേക ഭാഗം തന്നെ നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അതിത്ര പ്രാധാന്യത്തോടെ കാണുന്നത്? സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വനിതാ സംരംഭകത്വം അത്യാവശ്യമാണെന്ന് ഈ രേഖകൾ പറയുന്നു. പക്ഷെ ഒരു സ്ത്രീ സംരംഭകയാകുമ്പോൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ പുരുഷന്മാരുടേതിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തവും കൂടുതൽ കഠിനവുമാണ്. അതെന്തൊക്കെയാണ്? ഒന്ന് വിശദമാക്കാമോ? ഒന്നാമത്തേത് സാമൂഹിക സാംസ്കാരിക തടസ്സങ്ങളാണ്. പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന ചിന്താഗതി ഇപ്പോഴും പലയിടത്തും ശക്തമാണ്. ഒരു ബിസിനസ് ആവശ്യത്തിനായി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ രാത്രി വൈകി ജോലി ചെയ്യാനോ പുരുഷന്മാരുമായി ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം സമൂഹം പലപ്പോഴും പരിമിതപ്പെടുത്തുന്നു. പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും കൂടുതലായിരിക്കുമല്ലോ. അതാണ് രണ്ടാമത്തെ വലിയ പ്രശ്നം. സ്വന്തമായി സ്വത്തില്ലാത്തതുകൊണ്ട് ബാങ്ക് വായ്പകൾക്ക് ഈടായി നൽകാൻ പല സ്ത്രീകൾക്കും ഒന്നുമുണ്ടാകില്ല. ഓക്കെ. പല ധനകാര്യ സ്ഥാപനങ്ങളും സ്ത്രീകളുടെ കഴിവിനെ സംശയത്തോടെയാണ് കാണുന്നത്. ഇതൊക്കെ നടക്കുമോ എന്നൊരു പുച്ഛഭാവം അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. അത് ശരിയാണ്. പിന്നെ വീട്ടുജോലിയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, അത് വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായി എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ? കാരണം പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഉണ്ട്. വളരെ പ്രാക്ടിക്കലായൊരു പരിഹാരം ഇതിൽ എടുത്തു പറയുന്നുണ്ട്. സ്വയം സഹായ സംഘങ്ങൾ, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അഥവാ SHGs. കുടുംബശ്രീ പോലെയുള്ളവ അല്ലേ? അതെ, അതുപോലെയുള്ളവ. 10 മുതൽ 20 വരെ സ്ത്രീകളുടെ ചെറിയ കൂട്ടായ്മകളാണിവ. ഇവർ ഒരുമിച്ച് ചെറിയ തുകകൾ സ്വരൂപിക്കുകയും അത് പരസ്പരം വായ്പ നൽകുകയും അതിലൂടെ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പണം മാത്രമല്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടിയായി ഇത് പ്രവർത്തിക്കുന്നുണ്ടാകുമല്ലോ. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. പണത്തിനപ്പുറം ഈ കൂട്ടായ്മകൾ അവർക്കൊരുമിച്ച് പരിശീലനം നേടാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം ധൈര്യം നൽകാനും ഒരു വേദിയാകുന്നു. അത് വളരെ പ്രധാനമാണ്. നിനക്ക് പറ്റും എന്ന് പറയാൻ കൂടെ ആളുണ്ടാകുന്നത് ചെറിയ കാര്യമല്ല. ഈ മോഡൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വലിയ തോതിൽ സഹായിക്കുന്നുണ്ടെന്ന് ഈ പഠനങ്ങൾ അടിവരയിടുന്നു. അപ്പോൾ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങളെല്ലാം ചേർത്തുവെക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് സംരംഭകത്വം എന്നത് ഒരു ജോലി എന്നതിലുപരി ഒരു മനോഭാവമാണ്. അതെ. പുതിയത് കണ്ടെത്താനും റിസ്ക് എടുക്കാനും വെല്ലുവിളികളെ നേരിടാനും തയ്യാറുള്ള ഒരു മനസ്സ്. ഒരു സംരംഭകന്റെ ഇന്നൊവേറ്റർ മുതൽ ഡ്രോൺ വരെയുള്ള പല രൂപങ്ങളെക്കുറിച്ചും ഒരു വലിയ സ്ഥാപനത്തിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന തനതായ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. അതെ. ഈ ചർച്ചയുടെ അവസാനം ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ പഠന സാമഗ്രികൾ ഒരു സംരംഭകനെ ഒരു ഇന്നൊവേറ്ററായും ഇൻട്രാപ്രണറെ ഒരു സ്ഥാപനത്തിനുള്ളിലെ ഇന്നൊവേറ്ററായും കാണുന്നു. നിങ്ങളുടെ സ്വന്തം കരിയർ പാതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഷുംപീറ്റർ പറഞ്ഞ ആ സർഗാത്മകമായ തകർക്കലിന് ഏറ്റവും വലിയ അവസരം നിങ്ങൾ എവിടെയാണ് കാണുന്നത്? അടിത്തട്ടിൽ നിന്ന് പുതിയൊരെണ്ണം കെട്ടിപ്പടുക്കുന്നതിലോ അതോ നിലവിലുള്ള ഒരു സംവിധാനത്തെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കുന്നതിലോ? അതൊരു നല്ല ചോദ്യമാണ്. ചിന്തിക്കാൻ ഇതൊരു നല്ല തുടക്കമാവും.